നമസ്കാരം സർ. നമസ്കാരം. ശ്രീ രഞ്ജിത്ത് രവീന്ദ്രൻ കഴിഞ്ഞ ദിവസം ഓവൽ ഓഫീസിൽ നടന്ന US പ്രസിഡന്റും യുക്രൈൻ പ്രസിഡന്റും തമ്മിലുള്ള തർക്കം അത് വലിയ രീതിയിൽ ചർച്ചയായതാണ്. അത് പ്രത്യേകിച്ച് അത് AI വീഡിയോസ് വരെ ഇറങ്ങുന്നുണ്ട്. അല്ല അതിന് വളരെ ഡ്രമാറ്റിക് ആയിട്ട് കാണിച്ചുകൊണ്ടുള്ള വീഡിയോസ് വരെ ഇറങ്ങുന്നുണ്ട്. എന്തായാലും ഇതിന് ശേഷം എന്തായിരിക്കും സംഭവിക്കുക? മറ്റൊരു യുദ്ധത്തിലേക്ക് ലോകം പോകുമോ? അല്ലെങ്കിൽ യുക്രൈൻ ജനത ഇനി ഒരുപക്ഷെ അനുഭവിക്കാണ്ടിരിക്കുന്ന അരക്ഷിതാവസ്ഥ, അങ്ങനെയൊക്കെ പല രീതിയിലുള്ള ചർച്ചകളും ഒക്കെ ഉയർന്നു വരുന്നുണ്ട്. ശരിക്കും ഓവൽ ഓഫീസിൽ എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് സംഭവിച്ചത്? താങ്കൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? അവിടെ വൈറ്റ് ഹൗസിൽ നടന്നത് ഒരു പ്യുവർ സെറ്റപ്പാണ്. അതായത് ഈ ട്രംപ് ആയിക്കഴിഞ്ഞാലും ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷനിൽ ഭാഗമായിട്ടുള്ള പല ആളുകളും നമുക്കറിയാമല്ലോ, എലോൺ മസ്കിനെ പോലുള്ള ആളുകളൊക്കെ അവരൊക്കെ കോർപ്പറേറ്റ് സെറ്റപ്പുകളൊക്കെ പലപ്പോഴും കളിച്ച് വളർന്നിട്ടുള്ള ഒരുതരം കോർപ്പറേറ്റ് ഗെയിമാണ് ശരിക്കും അവിടെ നടന്നത്. ഈ അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കണ്ടാൽ നമുക്ക് ആ ഒരു കരാറ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഉക്രൈനെ പങ്കിട്ടെടുക്കുക എന്നൊരു അജണ്ടയാണ് ശരിക്കും. കാരണം സെലൻസ്കിയോട് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഉക്രൈന്റെ ചില ഭാഗങ്ങൾ, അതായത് വളരെ ധാതു സമ്പുഷ്ടമായിട്ടുള്ള ഭാഗങ്ങളാണ് ഉക്രൈനിൽ. ഈ ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി, പ്രത്യേകിച്ച് ഇലോൺ മസ്കിന്റെ ടെസ്ലയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ധാരാളം മിനറൽസ്, ലിത്തിയം, ഗ്രാഫൈറ്റ്, അങ്ങനെ പല സാധനങ്ങളും പല മിനറൽസും ഇവിടെയുണ്ട്. അപ്പോൾ ഈ മുൻപോട്ട് വെച്ച കരാർ പ്രകാരം ഒറ്റയടിക്ക് റഷ്യ സീസ് ഫയർ ചെയ്യും. അതായത് റഷ്യ വീണ്ടും ആക്രമിക്കില്ല എന്ന് വെച്ചാൽ റഷ്യ ഇതുവരെ പിടിച്ചെടുത്ത ഭാഗങ്ങൾ, ഈ ധാതു സമ്പുഷ്ടമായിട്ടുള്ള ഭാഗങ്ങൾ റഷ്യയുടെ കയ്യിലിരിക്കും. ബാക്കിയുള്ള ഭാഗങ്ങൾ, ഉക്രൈന്റെ കയ്യിലുള്ള ഭാഗം ഇനി എന്ത് ചെയ്യും എന്നാണ് മുമ്പോട്ട് വെച്ചിട്ടുള്ള നിബന്ധന. അത് പ്രകാരം ഈ വെടിനിർത്തൽ വരുന്നതോട് കൂടിയിട്ട് ഉക്രൈൻ പുനർനിർമ്മിക്കണമല്ലോ. അതിനു വേണ്ടിയിട്ട് അമേരിക്കയും റഷ്യയും കൂടി, അമേരിക്കയും ഉക്രൈനും കൂടി ഒരു സംഘടന ഉണ്ട്, ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഫണ്ട് ഉണ്ടാക്കിയിട്ട് ഈ ധാതു, അതായത് ഇവിടെ ഉക്രൈനിൽ ഇപ്പൊ ബാക്കിയുള്ള ധാതുക്കൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അമേരിക്കൻ കമ്പനികൾക്ക് കൊടുക്കും. അമേരിക്കൻ കമ്പനികൾക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന കാശിൽ നിന്നും ഏകദേശം $500 ബില്യൺ ആകുന്നത് വരെ ഇതിങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും. എന്നിട്ട് ആ തുക അമേരിക്കയ്ക്ക് കൈമാറണം. അമേരിക്ക ഈ തുക ഉപയോഗിച്ചിട്ട് ഉക്രൈനിൽ പുനർനിർമ്മാണം നടത്തും. അതായത് ഉക്രൈനിന്റെ ധാതുക്കൾ എടുത്തിട്ട് അമേരിക്കയ്ക്ക് കൊടുക്കുക. അമേരിക്ക നിലവിൽ ലോക മാർക്കറ്റിൽ ചൈനയോടൊക്കെ ഈ ഒരു വിഷയത്തിൽ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ അമേരിക്കൻ കമ്പനികൾ അത് ഉപയോഗിച്ച് അവർ ഉൽപ്പന്നങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്നു, കൂടുതൽ പണം ഉണ്ടാക്കുന്നു. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ ആ രീതിയിൽ വളരുന്നു. കൂടാതെ ഈ പണം കിട്ടുന്നത് വീണ്ടും ആ ട്രംപിന്റെ കയ്യിലാണ്. ട്രംപിന് ഇഷ്ടമുള്ള രീതിയിൽ അത് ഉക്രൈനിൽ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്ത് വീണ്ടും അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നല്ലൊരു ഉണർവ് കിട്ടും. പക്ഷെ തിരിച്ച് അങ്ങോട്ട് യാതൊരു രീതിയിൽ യാതൊരു കോംപ്രമൈസും, അതായത് യാതൊരു സഹായവും പറഞ്ഞിട്ടില്ല. അതായത് സൈനികമായിട്ട് സഹായിക്കുമെന്നോ ആയുധങ്ങൾ കൊടുക്കുമെന്നോ അങ്ങനെ യാതൊരു നിബന്ധനകളും ഇല്ല. തീർച്ചയായിട്ടും എന്താ പറയുക, റഷ്യയുടെ കോളനികൾക്ക്, റഷ്യയുടെ അധിനിവേശത്തിൽ നിന്ന് മാറിയിട്ട് പുതിയൊരു കോളനി വൽക്കരണം അമേരിക്ക തുടങ്ങുന്നു. അതായത് റഷ്യയും അമേരിക്കയും പങ്കിട്ടെടുക്കുന്നു. ഇതാണ് ഈ നിബന്ധനയുടെ പൂർണ്ണമായിട്ടുള്ള ഭാഗം, പൂർണ്ണമായിട്ടുള്ള രൂപം. ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാകും സെലൻസ്കി ആ ഒരു പത്രസമ്മേളനത്തിന് വന്നിരിക്കുന്നതിന് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുന്നതിന് തീരെ താല്പര്യമില്ല. പക്ഷേ അദ്ദേഹം പൂർണ്ണമായിട്ട് കോർണർ ചെയ്യപ്പെട്ട വേറൊരു മാർഗ്ഗമില്ല. കാരണം ഉക്രൈന് വേറൊരു മാർഗ്ഗമില്ല. അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ വന്നിരിക്കുന്ന സെലൻസ്കിയോട് ശ്രദ്ധിച്ചാൽ ട്രംപിന്റെ വളരെ അടുത്തിട്ടുള്ള, ട്രംപുമായിട്ട് വളരെ എന്താ പറയുക അടുത്ത് നിൽക്കുന്ന ഒരാളാണ് ഈ ഒരു പത്രപ്രവർത്തകനുണ്ട്. അതായത് ഓവൽ ഓഫീസുമായിട്ട് സ്ഥിരമായിട്ട് എന്താ പറയുന്നത് ഈ ചോദ്യങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ടുള്ള അഭിമുഖങ്ങൾ തയ്യാറാക്കുക, അങ്ങനെ പല കാര്യങ്ങളും ചെയ്തു. പ്രത്യേകിച്ച് ട്രംപ് ഏറ്റവും കൂടുതൽ അഭിമുഖങ്ങൾ കൊടുത്തിട്ടുള്ള ഒരാളാണ് ഗ്ലെൻ ബ്രൗൺ എന്ന പേര്. അപ്പോൾ ഇദ്ദേഹം വന്നിട്ട് ഇദ്ദേഹത്തിന് 2 ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ ട്രംപ് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നു. ആദ്യത്തെ ചോദ്യം വളരെ അപ്രസക്തമായിട്ടുള്ള ഒന്നാണ്. രണ്ടാമത് തൊട്ടടുത്ത്, അതായത് ഈ ഒരു ചോദ്യത്തോടുകൂടി ട്രംപിന് ഫുൾ കൺട്രോൾ കിട്ടുന്നു. അടുത്ത എന്താണെന്ന് ട്രംപിന് പറയാമല്ലോ. ട്രംപ് തിരിഞ്ഞിട്ട് ഓക്കെ, യു ഹാവ് അനദർ ക്വസ്റ്റ്യൻ ടു ആസ്ക്, വാട്ട് വാസ് ഇറ്റ് എന്ന് ചോദിക്കുന്നു. ഇത് ചോദിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം പെട്ടെന്ന് വന്നിട്ട് എന്തുകൊണ്ടാണ് സെലൻസ്കി സ്യൂട്ട് ഇടാതെ ഓവൽ ഓഫീസിൽ വന്നത് എന്ന് വളരെ ഒരു പരിഹാസവും ആക്രമിക്കുന്ന രീതിയിലുള്ള ഒരു ചോദ്യം ചോദിക്കുന്നത്. അതോടുകൂടി സെലൻസ്കി പൂർണ്ണമായിട്ടും കൺട്രോൾ വിട്ടുപോകുന്നു. കാരണം അയാൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, അയാളുടെ റീസൺസ് ഉണ്ട്. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിട്ട് അവരുടെ ഏറ്റവും പരിപാവനമായ ഓവൽ ഓഫീസിൽ സ്യൂട്ട് ഇടാതെ ഒരാൾ വരുന്നത് അവരെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഈ ഒരു വിഷയം അമേരിക്കയുടെ ജനങ്ങളുടെ കോൺഷ്യസ്നസ് എത്തിക്കുക, അതൊരു വിഷയമാക്കുക,
ഇതാണ് കൃത്യമായിട്ട് ലക്ഷ്യം. അത് നടന്നു. ഇതിൽ സെലൻസ്കി പ്രകോപിതനായി. പിന്നെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം സെലൻസ്കിയുടെ ബോഡി ലാംഗ്വേജ് മാറുന്നു. അയാൾ കൂടുതൽ അക്രമാസക്തനായിട്ട് ഉത്തരം പറയുന്നു. അവിടുന്ന് ക്ഷുഭിതനായിട്ട് ഇറങ്ങിപ്പോകുന്നു. തുടർന്ന് അങ്ങോട്ട് വൈറ്റ് ഹൗസിൽ നടക്കേണ്ടിയിരുന്ന അവരുടെ ലഞ്ച് തുടർന്നുള്ള കാര്യങ്ങളൊക്കെ റദ്ദാകുന്നു. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ഉക്രൈനിൽ നിന്ന് പിന്മാറണമെങ്കിൽ പിന്മാറാം, യാതൊരു പ്രശ്നവുമില്ല. കാരണം അമേരിക്കൻ ജനങ്ങളുടെ മുമ്പിൽ അവർ വിചാരിച്ച ഒരു കാര്യം നാടകം കൃത്യമായിട്ട് നടന്നിട്ടുണ്ട്. സെലൻസ്കി അമേരിക്കയെ അപമാനിച്ചു എന്ന് മനസ്സിലാകുന്നു. അമേരിക്ക അതായത് അമേരിക്കയിൽ നിന്ന് ട്രംപിന് ഒരു ബാക്ക്ലാഷ് ഉണ്ടാവില്ല. ഇനിയും അമേരിക്ക പിന്മാറിക്കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയനോ ഒന്നും തന്നെ ഉക്രൈനെ സഹായിക്കാൻ പറ്റില്ല. അതായത് ഉക്രൈന്റെ മുന്നിൽ യാതൊരു മാർഗവുമില്ല. അമേരിക്ക പറയുന്നതനുസരിച്ച് ഈ കരാറിൽ ഒപ്പിട്ട് ഉക്രൈനെ പൂർണ്ണമായി അമേരിക്കയ്ക്ക് എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ സെലൻസ്കി മാറി പുതിയൊരു ഭരണകൂടം അധികാരത്തിൽ വരിക. ഈ ഒരു രീതിയിലേക്ക് ഒരു വിദേശ രാജ്യത്തെ പ്രസിഡന്റിനെ കോർണർ ചെയ്യുകയും കുണ്ടിനെത്തിക്കുകയും ചെയ്യലാണ് അവിടെ നടന്നത്. അതൊരു കോർപ്പറേറ്റ് പൊളിറ്റിക്സ് ആണ്, ഒരു ഇന്റർനാഷണൽ പൊളിറ്റിക്സ് എന്ന് പറയാവുന്ന രീതിയിലല്ല, ഒരു ശുദ്ധ കോർപ്പറേറ്റ് പൊളിറ്റിക്സ് ആണ് നമ്മളവിടെ കണ്ടത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു മുൻകൂട്ടി തീരുമാനിച്ച് അല്ലെങ്കിൽ തയ്യാറാക്കിയ തിരക്കഥയുടെ ഭാഗമായിരുന്നു എന്നുള്ളതാണ് അല്ലെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വ്യക്തമാണ്. ഈ ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥിരമായ ഒരു ശൈലി ഉണ്ടല്ലോ, അങ്ങനെ ഇമ്പൾസീവായി വന്ന ഒരു കാര്യമല്ല, വളരെ മുൻകൂട്ടി ആലോചിച്ച് തയ്യാറാക്കിയ തിരക്കഥയുടെ ഭാഗമായിരുന്നു അവിടെ നടന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലെ? അതെ, കാരണം ഡൊണാൾഡ് ട്രംപ് ഇമ്പൾസീവായി കാര്യങ്ങൾ പറയുന്ന ഒരാളാണ് എന്ന് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. അയാൾ കോർപ്പറേറ്റ് രംഗത്ത് വളരെയധികം വിജയിച്ച അമേരിക്കയുടെ 2ാം തവണ അമേരിക്കയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. അപ്പോൾ ഇമ്പൾസീവായിട്ടല്ല, വളരെ കൃത്യമായി കണക്ക് കൂട്ടി വിജയിക്കാൻ കഴിവുള്ള, നന്നായി കാര്യങ്ങളെ വിലയിരുത്തി മുന്നോട്ട് പോകാൻ കഴിവുള്ള ഒരാൾ തന്നെയാണ് ട്രംപ്. അത് ഇമ്പൾസീവ് അല്ല, തികച്ചും കരുതിക്കൂട്ടി പ്ലാൻ ചെയ്ത് നന്നായി എക്സിക്യൂട്ട് ചെയ്തൊരു കാര്യമാണത്. വ്യക്തമാണ്. വളരെയധികം നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.